ചെകുത്താന്റെ വരവ് ആഘോഷപൂർണ്ണമാക്കി അങ്ങനെ മുന്നേറുകയാണ് എമ്പുരാൻ. അപ്പോൾ എമ്പുരാൻ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യം സംസാരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ ജതിൻ രാമദാസ്, അതായത് ടൊവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രം ജതിൻ രാമദാസ് കസറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹം ഇതിൽ ദൈവപുത്രനാണ്. അതായത് ദൈവം നമ്മുടെ രാമദാസ്, പി കെ രാമദാസിന്റെ മകൻ ജതിൻ രാമദാസ് ദൈവപുത്രൻ. അപ്പോൾ ഈ ട്രെയിലറിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദൈവപുത്രനും ശത്രുപക്ഷത്ത് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ആ ദൈവപുത്രനെതിരെ പോരാടാനായിട്ട് ചെകുത്താൻ തന്നെ അവതരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചെകുത്താൻ എന്ന് പറഞ്ഞ റോളിൽ നമ്മുടെ ലാലേട്ടൻ കടന്നു വരുമ്പോൾ ദൈവപുത്രനായിട്ട് നിലനിൽക്കുന്ന ആരാണ്? ടൊവിനോ. അപ്പൊ ടൊവിനോക്ക് ഒരു വില്ലൻ ഷെയ്ഡ് ഇതിലുണ്ടെന്ന് നമുക്ക് ഒന്ന് ഊഹിച്ചെടുക്കാം. എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ടൊവിനോ ഈ ചിത്രത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ തന്നെ ഗ്രേ ഷെയ്ഡിലുള്ളതാണ്. ആദ്യമൊക്കെ അദ്ദേഹം ധരിക്കാറുള്ളത് വെള്ള വസ്ത്രങ്ങളായിരുന്നല്ലോ. അപ്പൊ ദൈവത്തിന്റെ കൂട്ടുപിടിച്ച് നിന്നുകൊണ്ട് പതുക്കെ ഒരു എന്താ പറയാ ഇത്തിരി വിക്രിയകളും ശത്രുപക്ഷത്തുള്ള ഓരോരോ പോരാട്ടങ്ങളൊക്കെ അദ്ദേഹത്തിൽ ചെയ്തു വെക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഇതിൽ പ്രിയദർശിനി രാമദാസിനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതൊന്ന് കേട്ടു നോക്കി. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയോട് ചെറിയൊരു സ്വരച്ചേർച്ചയുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കേട്ടു നോക്ക്. നമ്മളറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. കണ്ട, നമ്മളറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ടെന്ന് പുള്ളി എടുത്ത് പറയണം. കാരണം എന്തൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മളോട് പെരുമാറുന്നു, നമുക്കെതിരെ പോരാടുന്നു എന്ന തരത്തിൽ അവരുടെ മനസ്സിൽ സംശയങ്ങൾ എങ്ങനെ പൊട്ടി ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ജതിൻ രാമദാസിന്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അത് എൻ്റെ തോന്നൽ മാത്രമാണ്. പിന്നെ ഈ ട്രെയിലറിൽ തന്നെ നമ്മുടെ ജതിൻ രാമദാസ് പറയുന്ന വേറൊരു ഡയലോഗ് ഉണ്ട്. അതിലും സ്റ്റീഫൻ നെടുമ്പള്ളിയോടുള്ള ഒരു ശത്രുത മനോഭാവം നമുക്ക് ഇങ്ങനെ പൊതുവായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റുന്നേ. ഇതൊന്ന് കേട്ടു നോക്കി, പുള്ളി പറയുന്നത് കേട്ടു. നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേട്ടില്ലേ? മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല, പിന്നിൽ നിന്ന്, അതായത് സഹായിക്കാനാ വ്യാജേന വന്നുകൊണ്ട് നമ്മളെ പെടുത്തി കളഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് എന്ന രീതിയിലാണ് പുള്ളിയുടെ സംസാരം പോകുന്നത്. കാരണം അത് സ്റ്റീഫൻ നെടുമ്പള്ളി തന്നെ ഉദ്ദേശിച്ചാവാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. രണ്ടും രണ്ട് തട്ടിലായിട്ട് രണ്ട് പക്ഷത്തായിട്ട് നിലനിന്ന് പോകുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് ജതിൻ രാമദാസിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് പ്രിയദർശിനി രാമദാസ് പറയുന്ന വളരെ വിഷമത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് പൂർണ്ണമാകും ടൊവിനോ വില്ലൻ ലുക്കിൽ തന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് വില്ലന്മാരുടെ ഭാഗത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് കേട്ടു നോക്ക്. ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു രക്തബന്ധത്തിനും വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പ്രിയദർശിനി രാമദാസ് എടുത്തു സൂചിപ്പിച്ചേക്കാണ് ഒരു പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി പതുക്കെ അത് പറയുന്നത് ആരെ കുറിച്ചായിരിക്കും? തന്റെ സഹോദരനായിട്ടുള്ള ജതിൻ രാമദാസിനെ കുറിച്ചായിരിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ മനഃപൂർവ്വം ടൊവിനോനെ ഇതിൽ വില്ലനാക്കി തീർക്കുന്നതല്ല, ജതിൻ രാമദാസിനെ വില്ലനാക്കി മാറ്റുന്നതല്ല. ഇതിൽ പറയുന്ന ഡയലോഗുകളൊക്കെ എന്തായാലും ടൊവിനോക്ക് എതിരായിട്ടുള്ള ഒരു ഡയലോഗുകളാണ്. കാരണം ടൊവിനോ അത്തരത്തിലുള്ള ഒരു വില്ലൻ സംഭാഷണങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ മഞ്ജു വാര്യർ, അതായത് പ്രിയദർശിനി രാമദാസ് ഒരു ഡയലോഗും കൂടി പറയുന്നുണ്ട്. അത് കൃത്യമാക്കുന്നുണ്ട്. ടൊവിനോ വില്ലൻ ഭാഗത്ത് തന്നെയാണ്, വില്ലന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ്, ശത്രുപക്ഷത്ത് തന്നെയാണെന്ന് പൂർണ്ണമാക്കുന്നുണ്ടെന്ന് കേട്ടു നോക്കിയേ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. കണ്ടില്ലേ? ജാൻവി എന്ന് പറഞ്ഞ പ്രിയദർശിനി രാമദാസിന്റെ മകള്. ആ മകളല്ലാതെ പിന്നെ ആരും എനിക്ക് രക്തബന്ധം ആയിട്ട് ഇങ്ങനെ കൂട്ടു നിൽക്കാനില്ല. പക്ഷെ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാ? അത് സ്റ്റീഫൻ നെടുമ്പള്ളി. അത് എന്തായാലും ഉറപ്പാണ്. ആ കാര്യത്തിന് അത് മാറ്റം ഉണ്ടാവില്ല. പിന്നെ കൂടെ ഉണ്ടായ കൂടപ്പുറപ്പായിട്ടുള്ള ജതിൻ രാമദാസ് എന്തായാലും കൂടെയില്ല. അതും കൂടി ഇതിൽ നമുക്ക് പൂർണ്ണമായിട്ടും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ചിത്രം വളരെയേറെ ഒരു എന്താ പറയുന്ന ഒരു കത്തുന്ന ഒരു സ്റ്റൈലിൽ മുന്നേറാൻ ഇരിക്കുന്ന ഒരു ചിത്രമാണെന്ന് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി. ഇതിൽ പൃഥ്വി അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദിന്റെ ജീവിത പശ്ചാത്തലങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഇതിലേക്ക് എങ്ങനെ നമ്മുടെ ഒരു കാഴ്ച അനുഭവമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം ഇതിൽ ഒരു സംഭവം ഇത് കണ്ടില്ലേ? നമ്മുടെ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലത്ത് പൃഥ്വിരാജ് ഒരു കുട്ടീനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീൻ കണ്ട. അത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ കുട്ടി ആരാണ്? ആ കുട്ടി ആരായിട്ട് വളർന്നു വരുന്നു?
അതും കൂടി നമ്മൾ കണ്ടിരിക്കേണ്ടതാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു കഥയുടെ ചുരുൾ ഇങ്ങനെ അഴിച്ചെടുക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് മുന്നേറാനായിട്ട് എമ്പുരാൻ നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ്. പിന്നെ ഇതിലെല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഡ്രാഗൺ മുദ്രയുള്ള ഷർട്ട് ധരിച്ചിരിക്കുന്ന ആ താരമാരാണ്? വില്ലൻ ഭാഗത്ത് നിൽക്കുന്ന താരമാണോ, അതോ നായകന്റെ കൂടെ ചേർന്ന് നായകന് സഹായിയായിട്ട് നിലനിൽക്കുന്ന ആ പോരാട്ട വീര്യമുള്ള നായകനാണോ, പോരാട്ട വീരമുള്ള താരമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇപ്പോഴും അത് ഉത്തരം കിട്ടാതെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് റിക് മ്യൂൺ ആണ് ആ താരമെന്നാണ്. റിക് മ്യൂൺ ഒരു വെടിച്ചില് കഥാപാത്രത്തിന് വരെ താങ്ങാൻ ശേഷിയുള്ള നല്ലൊരു നടനാണ് കേട്ടോ. അദ്ദേഹം അടിപൊളി നടനാണ്. അപ്പൊ അദ്ദേഹമാണ് എന്നൊരു തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ പരന്നു വരുന്നുണ്ട്. യാക്കോസോ ഗ്യാങ്ങിന്റെ തലവന്മാരാണ് സാധാരണ ഇങ്ങനെ ഡ്രാഗൺ മുദ്രയുള്ള ഷർട്ട് ധരിക്കാറ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഖുറേഷി അബ്രഹാമിന്റെ പോരാട്ട വീര്യമുള്ള ആ മുന്നോട്ടുള്ള പാച്ചിലിൽ യാക്കോസോ ഗ്യാങ് എതിരാളികളായി തന്നെ നിലനിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആദ്യമൊക്കെ കേട്ടത് ഈ മറ്റേ ഡ്രാഗൺ മുദ്രയുള്ള ഷർട്ട് ധരിച്ചിരിക്കുന്ന ആ താരം രൺബീർ കപൂർ ആണ്, അതുപോലെ ദളപതി വിജയ് ആണ്, പിന്നെ ഫഹദ് ഫാസിലാണ്, പിന്നെ കേട്ടത് ഷാറുഖ് ഖാൻ. അങ്ങനെയുള്ള പേരുകളൊക്കെ ഇങ്ങനെ നീളെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ റിക് മ്യൂൺ ആണ് എന്നും കേൾക്കുന്നുണ്ട്, അതും പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ സാധ്യമല്ല. എങ്കിലും എന്തായാലും ഒരു വെടിച്ചിൽ താരം തന്നെ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ മുഖം കാണിക്കേണ്ടതാണല്ലോ ആദ്യം തന്നെ. അപ്പോൾ സർപ്രൈസ് ആയിട്ട് നമുക്കത് കണ്ട് മനസ്സിലാക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, അതായത് IUEFന്റെ തലപ്പത്തേക്ക് കടന്നു വരാനിരുന്നത് ജതിൻ രാമദാസ് ആയിരുന്നു. പക്ഷേ പതുക്കെ പ്രിയദർശിനി രാമദാസ് IUEFന്റെ ആ തലപ്പത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ജതിൻ രാമദാസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കഥയിൽ അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ ടോവിനൊക്കെ ഒരു വില്ലൻ ഷെയ്ഡ് ഉണ്ട് എന്ന് ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയതാണ്. അപ്പൊ ഞാൻ പറയാണ്, ടോവിനോ ഒരു വില്ലൻ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രധാന വില്ലനായിരിക്കില്ല, എന്തായാലും വില്ലന്മാർക്ക് സഹായിയായിട്ട് നിന്നുകൊണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിനെ തകർക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു വലങ്കൈയായിട്ട് നിലനിൽക്കുന്ന ആളായിരിക്കാം. അപ്പൊ ദൈവത്തിനും ദൈവപുത്രനും ഇടയിലായിട്ട് വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവായിട്ട് അങ്ങനെ തമോഗർത്തങ്ങളുടെ തമ്പുരാനായിട്ട് രാജാവായിട്ട് അങ്ങനെ എമ്പുരാൻ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അധികാരം, തിന്മ, പ്രതികാരം, അതിനൊടുവിലായിട്ട് വിജയം. ഇതാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ 4 കാര്യങ്ങൾ. അങ്ങനെ 7 രാജ്യങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച് മുന്നേറിയ നമ്മുടെ എമ്പുരാൻ വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഞാൻ കണ്ടെത്തിയ കുറച്ച് ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. അപ്പം അവരോടും ഓക്കെ, ടാറ്റ, ബൈ ബൈ.